കുക്കിംഗ് വെറൈറ്റിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് മസാല ദോശ. അതിൻ്റെ ചേരുവകളെല്ലാം കാണിച്ചു തരാം. ആദ്യം തന്നെ 2 വലിയ സവോള കനം കുറച്ച് അരിയണം. കഴിഞ്ഞു. സവോള ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതിന് ശേഷം 3 പച്ചമുളക് ചെറുതാക്കി അരിയുക. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അത് നല്ലതുപോലെ ചെറിയതാക്കണം. അതിന് പറ്റില്ല, ആകെ കുരുകുരും തന്നെ അരിയുക. അതിന് ശേഷം ഉരുളക്കിഴങ്ങ് നല്ലതായിട്ട് ചെറുതാക്കി ഒന്ന് അരിഞ്ഞ് വയ്ക്കുക. പുഴുങ്ങിയ 10 മിനിറ്റ് പുഴുങ്ങിയ നല്ലതുപോലെ വേവണം. ഉരുളക്കിഴങ്ങ് 10 മിനിറ്റ് നല്ലതുപോലെ പുഴുങ്ങിയതിന് ശേഷം ആവി പോയിട്ട് അതിൻ്റെ തൊണ്ട് കളഞ്ഞ് വെച്ച ഉരുളക്കിഴങ്ങ് ഒരു 3 എണ്ണം എടുക്കുക. 3 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതാണ്. വലിയ കിഴങ്ങാണെങ്കിൽ നമുക്ക് വേഗം തൊണ്ട് എടുക്കാൻ പറ്റും. ഇപ്പോൾ 3 ഉരുളക്കിഴങ്ങ് ഇതിൽ പുഴുങ്ങി നല്ലതുപോലെ വേവണം. ഉരുളക്കിഴങ്ങ് ആവണം. അത് പുഴുങ്ങി തൊണ്ട് കളഞ്ഞ് വയ്ക്കുക. ഇനി തീ കത്തിച്ച് പാൻ ചൂടാക്കുക. പാൻ ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഇത്തിരി അധികം ആണ്, കുറച്ചധികം വെളിച്ചെണ്ണ ചേർക്കുക. നല്ലതുപോലെ ചൂടാക്കുക. ഇനി കടുക് കുറച്ചിടുക. കടുക് നല്ലതുപോലെ പൊട്ടിയതിന് ശേഷം നമുക്ക് സവോള ചേർക്കാം. ഇതിന് ശേഷം നമ്മുടെ സവോള എല്ലാം ഇതിൽ ചേർക്കുക. എന്നിട്ട് നല്ലതുപോലെ മുരിയണം. ഇതിന് കുറച്ച് ഉപ്പ് ചേർക്കുക. ഇതിൽ പച്ചമുളകും ഇഞ്ചിയും കൂടെ ചേർക്കുക. അത് കുറച്ച് നേരം ഇളക്കുക. ഇതിന് ശേഷം ഇതിൽ കുറച്ച് ജീരകം, ഒരു 1/4 ടീസ്പൂൺ ജീരകം ചേർക്കണം. അതും ഒന്ന് മൊരിയണം. അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം. മഞ്ഞൾപ്പൊടി ചേർക്കുക. കുറച്ച് ഉപ്പ് ചേർക്കുക. അതിനുശേഷം തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഉരുളക്കിഴങ്ങ് അതിൽ ചേർക്കുക. ഇത് നല്ലതുപോലെ ഇങ്ങനെ ഉടയ്ക്കണം. ഉടച്ച് നല്ല ഇതാക്കണം. ഇത് തയ്യാറായി കഴിഞ്ഞ് തീ ഓഫ് ചെയ്യുക. പാൻ അടുപ്പത്ത് വെച്ച്
സ്റ്റവ് ഓൺ ചെയ്ത് പാൻ അടുപ്പത്ത് വെക്കുക. കുറച്ച് നേരം ചൂടാവാൻ വെക്കുക. നമ്മൾ ഇന്ന് കാലത്ത് ഒരു ഗ്ലാസ് അരിക്ക് 1/2 ഗ്ലാസ് ഉഴുന്നാണ് ചേർത്തിട്ടുള്ളത്. വെള്ളം ഇതേപോലെ ഇരിക്കണം. വെള്ളം ഇട്ട് ഉപ്പിട്ട് ആക്കി വെച്ചിട്ടുള്ളത് ദോശയാണ്. ഒരു 8 മണിക്കൂറെങ്കിലും വെച്ചാലേ ദോശ റെഡിയാവുള്ളൂ, ദോശമാവ് റെഡിയാവുള്ളൂ. അതിന് ശേഷം ഇത് പാൻ ചൂടാവട്ടെ, നല്ലതുപോലെ ചൂടാവണം. ദോശ തവ ചൂടായതിന് ശേഷം ഒരു കയ്യിൽ 1.5 കയ്യിൽ ഇത് ഒഴിച്ചിട്ട് നല്ലതുപോലെ നമ്മൾ വലുതാക്കി പരത്തുക. ഇനി വേവണം. ദോശ ഒരുവിധം ചൂടായതിന് ശേഷം കുറച്ച് നെയ്യ്, ദോശ സ്ലോ ആക്കുക, എന്നിട്ട് നെയ്യ് പുരട്ടുക. അതിൽ നമ്മളുടെ മിശ്രിതം ഇതിൽ അറേഞ്ച് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ഇത് മറിച്ചിടുക. ഈ വശം ഇതിലേക്ക് മറിക്കണം. എല്ലാം മറിച്ച് ഇതിന് വെച്ചതിന് ശേഷം പ്ലേറ്റിലേക്ക് മാറ്റുക. ഒഴിക്കുക. കുറച്ചും കൂടെ ഒഴിച്ചിട്ട് നല്ലതുപോലെ പരത്തുക. ഇതിൽ ഒരുവിധം മുരിഞ്ഞു. അപ്പോൾ കുറച്ച് നെയ്യ് ഇതിൽ ചേർക്കുക. എന്നിട്ട് തീ സ്ലോ ആക്കുക. നമ്മുടെ മിശ്രിതം ഇതിലേക്ക് ചേർക്കുക. അതിന് ശേഷം നമ്മൾ ദോശ മറിച്ചിടുക. നമ്മൾ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് ശേഷം ഇത് കുറച്ചെടുത്തിട്ട് നമ്മൾ കഴിച്ചു നോക്കാം. എല്ലാം പാകത്തിന് ശരിയായിട്ടുണ്ട്. ഇനി നിങ്ങൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. താങ്ക് യു.